ജൂലൈ 15-നാണ് യൂട്യൂബിൽ വന്നിട്ടുള്ള അപ്ഡേഷൻസുകൾ. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. 2025 ജൂലൈ 25-നാണ് യൂട്യൂബിൽ വന്നിട്ടുള്ള അപ്ഡേഷൻസുകൾ. അതിലെ ചില കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പറയാൻ പോകുന്നത്. ഇന്നും ഞാൻ പല വീഡിയോസും കണ്ടു, റീൽസുമായിട്ടും അതുപോലെ തന്നെ വീഡിയോസ് ആയിട്ടും. ഇതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വന്നിട്ടുള്ള യൂട്യൂബിൽ വന്നിട്ടുള്ള പല നയങ്ങൾക്കും എതിരെ, അതായത് റൂൾസുകൾ ഫോളോ ചെയ്യാത്ത രീതിയിലാണ് ഇന്ന് പല വീഡിയോസ് എന്ത് ചെയ്യുന്നത്, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല. ഒരു പക്ഷേ ഒരു ഫാഷൻ ആയിരിക്കാം. അതായത് ഇൻകം ജനറേറ്റ് ചെയ്യണ്ട, അതായത് ഇതിലൂടെ ഇങ്ങനെ പോയാൽ മതി എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം, അതിനൊരു പ്രശ്നമില്ല. അതായത് ഇത് മോണിറ്റൈസേഷൻ ആയ ചാനലുകൾക്കും ഇനി കിട്ടാൻ പോകുന്ന ചാനലുകൾക്ക് ആണെങ്കിൽ പോലും ഭീഷണി എന്ന രീതിയിലാണ് പല ആളുകളും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഈ ഒരു മോണിറ്റൈസേഷൻ നഷ്ടപ്പെടാതിരിക്കാനും മോണിറ്റൈസേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ പ്രധാനപ്പെട്ട ഒരു 4 കാര്യങ്ങൾ ഞാൻ ഇങ്ങോട്ട് എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. ഒന്നാമത് എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ വീഡിയോസ് ആണ്. അതിൽ റിയാക്ഷൻ വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഫേമസ് ആയിട്ടുള്ള ഒരു വീഡിയോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ ഫിലിംസിൻ്റെയോ മറ്റെന്തെങ്കിലും എടുത്തുകൊണ്ട് ആ ഒരു വീഡിയോ അങ്ങനെ റൺ ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് ആ വീഡിയോയുടെ ഏതെങ്കിലും ഒരു മൂലക്ക് ഒരു വ്യക്തി അങ്ങനെ വന്നിരിക്കുക എന്നുള്ള ഒരു സംഗതി, അതിൽ തൻ്റെതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള ഒന്നും തന്നെ ഇല്ലാതെ തൻ്റെ നവരസം മാത്രം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഈ റിയാക്ഷൻ വീഡിയോസ്. തൻ്റെ സ്വന്തം കണ്ടന്റ് ഇല്ലാനും തൻ്റെ കോൺട്രിബ്യൂഷൻ ഇല്ലാതെ വെറുതെ ഇരിക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഒരിക്കലും തന്നെ മോണിറ്റൈസേഷൻ കിട്ടാൻ ചാൻസ് ഇല്ല. അതുപോലെ തന്നെ അത് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും അതെന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. തൻ്റെതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അതിനെന്ത് ചെയ്യില്ല, ഒരു പ്രശ്നവും പറ്റുന്നതല്ല. അത് രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AI സ്ക്രിപ്റ്റഡ് ആണ്. അത് AI സ്ക്രിപ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ AIയിലോട്ട് ഒരു സ്ക്രിപ്റ്റ് കൊടുക്കണം. അതിന്റെ വോയിസ് മോഡുലേഷൻ ആണെന്നുണ്ടെങ്കിലും അതിൽ അഭിനയിക്കുന്നതാണെന്നുണ്ടെങ്കിലും അതിന്റെ കാര്യങ്ങളെല്ലാം AI ആണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും തന്നെ എന്ത് ചെയ്യില്ല, നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടാനും ചാൻസ് ഇല്ല. അതുപോലെ കിട്ടിയ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടാനും എന്തുണ്ട്, ചാൻസ് ഉണ്ട്. അപ്പൊ ഇതും വളരെ അധികം എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഇതിൽ എന്ന് പറഞ്ഞാൽ വുമൺ ആക്ടിവിറ്റീസ് അതിൽ വരുന്നില്ല. അതായത് അതിന്റെ വുമൺ ജനറേഷൻ ആക്ടിവിറ്റീസ് അതിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു കാര്യത്തിൽ മോണിറ്റൈസേഷൻ കിട്ടുന്നുള്ളൂ. മൂന്നാമതായിട്ട് പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോയിസ് ഓവർ ചാനലുകളാണ്. എന്താണ് ഈ വോയിസ് ഓവർ ചാനലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു സ്ക്രിപ്റ്റ് AI കൊണ്ട് കൊടുത്തു, AI അതിന്റെ വോയിസ് ലെവലിലാണ്, AI ആണ് അതിൽ എന്തെങ്കിലും കാര്യങ്ങളും എല്ലാം പറഞ്ഞത് എന്നുണ്ടെങ്കിലും അവർ നടപടിയാകുന്നത്. അതായത് വോയിസ് ഓവർ ചാനലിലാണെന്നുണ്ടെങ്കിലും AI സ്ക്രിപ്റ്റഡ് ആ ഒരു ലെവലിലാണെന്നുണ്ടെങ്കിൽ വുമൺ എലമെന്റ് ജനറേറ്റ് ചെയ്യിപ്പിക്കൽ നിർബന്ധമാണ്. അതായത് ഇത്രത്തോളം ടെക്നോളജി വളർന്ന സമയത്ത് നമ്മൾക്ക് ക്ലാരിറ്റി ആയിട്ടുള്ള നല്ലൊരു വീഡിയോ, അതായത് പണി ഒറ്റയടിക്ക് പറയുന്നുണ്ടെങ്കിൽ പണി എടുത്തുകൊണ്ട് പൈസ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോളി എന്ന് തന്നെയാണ് യൂട്യൂബ് പറയുന്നത്. അതിന് ടെക്നോളജിക്കലി എത്രത്തോളം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുക യൂസ് ചെയ്യുക. പക്ഷേ AI പോലത്തെ സാങ്കേതിക വിദ്യകൾ വെച്ചിട്ട് എന്തില്ല, വെറുതെ ഇരുന്നിട്ട് പൈസ വാങ്ങിക്കണം എന്ന് തന്നെ പറയണം. ഒറ്റയടിക്ക് പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പറയാട്ടോ. ഇതിൽ നാലാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവി റിവ്യൂസ് ആണ്. മൂവി റിവ്യൂസിനെ കുറിച്ച് കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ. ഒരുപാട് ചാനലുകൾ ഇന്ന് മൂവി റിവ്യൂസിലൂടെ ഹിറ്റായിട്ട് കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇതിൽ പല മൂവി റിവ്യൂസ് ചാനലുകളും ചെയ്യുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു മൂവിയുടെ സ്ലൈഡ് ഷോട്ട് എടുക്കുക, അതിനെ വെറുതെ റൺ ചെയ്യിപ്പിച്ചുകൊണ്ട് ഹിറ്റായ ചാനലുകൾ, അതുപോലെ തന്നെ ഒരു വീഡിയോ, ഒരു മൂവിയുടെ ഒരു പിക്ചർ എടുത്തിട്ട് ചെറിയൊരു സോങ് കൊടുത്തിട്ടോ അങ്ങനത്തെ രീതിയിലൊക്കെ ഹിറ്റായിട്ടുള്ള ഒരുപാട് ചാനലുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ചാനലുകൾക്കൊക്കെ ഈ ഒരു വിഷയം വരാൻ ചാൻസ് ഉണ്ട്. മോണിറ്റൈസേഷൻ ആവാതിരിക്കാനും മോണിറ്റൈസേഷൻ നഷ്ടപ്പെടാനും ചാൻസ് ഉണ്ട്. ഇതിനെങ്ങനെ ഓവർടേക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു മൂവിയുടെ ഒരു സ്ലൈഡ് ഷോട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഫോട്ടോസ് എടുത്തത് ഒരു വ്യക്തിയുടെ ഒരു കോൺട്രിബ്യൂഷൻ, തൻ്റെതായിട്ടുള്ള വിവരങ്ങളും മറ്റു കാര്യങ്ങളും കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു മൂവി റിവ്യൂസ് നടത്തുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു 4 കാര്യങ്ങൾ വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു തുടക്കക്കാരനാണെന്നുണ്ടെങ്കിലും എല്ലാന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്തുകൊണ്ടാണ് യൂട്യൂബ് ഇതുപോലത്തെ നയങ്ങളിലുള്ള അപ്ഡേഷൻസും മറ്റു കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു വീഡിയോസ് അതുപോലെ നല്ല കണ്ടന്റ്സും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒറ്റ ഉദ്ദേശം കൊണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കാൻ, നിങ്ങൾ ഇൻകം ജനറേറ്റ് ചെയ്യാനല്ല, ഇൻകം സോഴ്സിന്റെ ഫോഴ്സ് കുറക്കാൻ വേണ്ടിയിട്ടല്ല, കുറയുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം. അതല്ല, നിങ്ങൾ ഈ ചെയ്യുന്ന വീഡിയോസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇൻകം ജനറേറ്റ് ചെയ്യാനും ഇൻകം ഇൻക്രീസ് ചെയ്യിപ്പിക്കാനും വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെയാണ് യൂട്യൂബിൽ ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടിയാണ് 1000 സബ്സ്ക്രൈബേഴ്സ് ആവുക, അതുപോലെ തന്നെ 4000 ഹവേഴ്സ് കംപ്ലീറ്റ് ആവുക എന്നുള്ളത്. ഈ 2 ടാസ്ക് നമ്മൾ വളരെയധികം പ്രധാനപ്പെട്ട തന്നെയാണ്. അപ്പൊ ഈ ഒരു ടാസ്ക്, ഈ 1000 സബ്സ്ക്രൈബേഴ്സ് ആവുക എന്ന് പറഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പരസ്പരം സപ്പോർട്ട് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ഞാൻ എൻ്റെ കമന്റ് സെക്ഷനിൽ കമന്റ് ബോക്സിൽ ഞാനൊരു കമന്റ് ചെയ്യുന്നുണ്ട്. ആ കമന്റിൽ
നിങ്ങൾ എന്നെ ഫോളോ ചെയ്തിട്ട് തിരിച്ചും എന്നെ ഫോളോ ചെയ്യോ എന്ന് ചോദിച്ചിട്ട് ഒരു റിപ്ലൈ മെസ്സേജ് തരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടാവും, നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൽ എന്ന് വെച്ചാൽ അങ്ങനെ പരസ്പരം ഇന്നിപ്പോൾ മില്യൺ കണക്കിന് യൂട്യൂബ് അക്കൗണ്ട്സുകളാണ് ഇന്ന് യൂട്യൂബിലുള്ളത്. അപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ളത്, ഇനാക്റ്റീവ് അല്ല ആക്റ്റീവ് ആയിട്ടുള്ളത്, നമ്മൾ പരസ്പരം ജസ്റ്റ് ഒന്ന് സപ്പോർട്ടീവ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം തീർച്ചയായിട്ടും ഏതൊരു തുടക്കക്കാരനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹൈ ലെവലിൽ പെട്ടെന്ന് തന്നെ ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് ആവുന്ന ലെവലിലോട്ട് നമുക്ക് മാറാൻ പറ്റുന്നുണ്ടാവും. അതുപോലെ ഈ 4000 ഹവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ക്വാളിറ്റി ആയിട്ടുള്ള നമ്മൾ കാണുന്ന ആളുകൾക്ക് സപ്പോർട്ടീവ് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസ് ആണ് നിങ്ങൾ ഇടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നു. തീർച്ചയായിട്ടും ഈ ഒരു വിവരം നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഒരു വിജയം മാത്രമാണ് കേട്ടോ ഞാൻ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ മുഴുവനായിട്ട് തുടക്കം മുതൽ അവസാനം വരെ കണ്ട ആളുകൾ കറക്റ്റായിട്ട് ഞാൻ എന്താണ് പറഞ്ഞെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടോ. അപ്പോൾ അതുപോലെ മുന്നോട്ട് പോകും. അങ്ങനെയാണെന്നുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു മേഖലയിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും നല്ലൊരു വീഡിയോസുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, കൂടെ ഉണ്ടാവും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഓൾ.